അപ്പോൾ ഇതുപോലുള്ള 3.7 ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു കണക്ഷനാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാർജിങ് യൂണിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലൊരു 5 വോൾട്ടും ഉണ്ട്. പക്ഷേ ഞാൻ ഇതിൽ ഒരു 5 വോൾട്ട് എടുത്തിട്ടില്ല. ഞാൻ പകരം നമ്മളെ വാഹനങ്ങളിലൊക്കെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വയ്ക്കുന്ന ഒരു 5 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് മോഡ്യൂളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര ആംബിയർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കറക്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 5 വോൾട്ടാണ് നമുക്കിതിൽ കിട്ടുന്നത്. അതുകൂടാതെ നമുക്ക് 5 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി സിംഗിളായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാർജിങ് സെറ്റപ്പും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 5 വോൾട്ടിൻ്റെ ചാർജിങ് മോഡ്യൂളാണ്. 1 ആംബിയർ വീതമാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. 1 ആംബിയർ 2 ആംബിയറൊക്കെ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത് സിംഗിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഒരു 3 ചാർജിങ് സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് 12 വോൾട്ടിൻ ബാറ്ററി പാക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 12 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി പാക്ക് നമ്മൾ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു 12 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി പാക്കൊക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും, ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളൊരു വോൾട്ടും ആംബിയറും കാണിക്കുന്ന ഒരു മീറ്ററുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു തരാം. അതുകൂടാതെ ഒരു ഫാനും വെച്ചിട്ടുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ഒരു DC ഫാനും കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മളെ ഈ ഒരു ചാർജിങ് മോഡ്യൂൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റാകും. അപ്പോൾ അതിനെ ഒന്ന് തണുപ്പിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഫാൻ വച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ ഇത് പഴയ ട്രാൻസ്ഫോമറാണ്, നമ്മൾ ഹോം തിയേറ്ററിലൊക്കെ വരുന്ന ടൈപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇതിലൊരു 5 വോൾട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ ബ്രിഡ്ജ് ചെയ്തെടുത്ത് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന 5 വോൾട്ട് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നേരിട്ട് കണക്റ്റ് ചെയ്ത് നമുക്ക് 5 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഇതിപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇത് എടുത്തതാണ്. കാര്യം ഇത് അത്യാവശ്യം എത്ര ആംബിയർ വേണമെങ്കിലും നമുക്കിതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 ആംബിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. നമുക്കിവിടെ 5 ആംബിയർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ബാറ്ററിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനും ചാർജ് ചെയ്യുന്നതിനായിട്ടൊക്കെ ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് മതി. അപ്പോൾ ഇതൊക്കെ പഴയ ഹോം തിയേറ്ററിലൊക്കെ ഇരുന്ന ട്രാൻസ്ഫോമർ വെച്ചാണ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ 220 വോൾട്ട് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. 220 വോൾട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഈ ട്രാൻസ്ഫോമർ വഴി 12 വോൾട്ട് നമ്മൾ ഈ ഒരു ചാർജറിലും എത്തിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് 12 വോൾട്ട് ചാർജ് ചെയ്യുന്നതിനായിട്ടുള്ള വയറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് 12 വോൾട്ട് ചാർജ് ചെയ്യാനുള്ള ആ ഒരു കണക്ടർ. അപ്പോൾ ഇത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 5 വോൾട്ട് നമ്മൾ 3.7 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ നമ്മൾ 5 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് ഓണാക്കുമ്പോഴത്തേക്ക് നമ്മൾ 5 വോൾട്ട് മോഡ്യൂളിലെ എല്ലാ ലൈറ്റും ഓണായിട്ടുണ്ട്, എല്ലാ ബോർഡും ഓണായിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം ബാറ്ററി നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ 2 വയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ബാറ്ററി ചാർജ് ചെയ്ത് കാണിക്കാം. ഇവിടെ ആ ബ്ലൂ ഇൻഡിക്കേറ്റർ മാറി റെഡ് ഇൻഡിക്കേറ്ററായി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ബാറ്ററി ചാർജ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ 3 ചാർജിങ് മോഡ്യൂൾ വെച്ച് നമുക്ക് 3 ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിപ്പോൾ 3.7ൻ്റെ ഒരു 3 ബാറ്ററിയൊക്കെ പാരൽ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് 3.7 ചാർജ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു 3.7ൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു മീറ്ററിൽ നിന്ന് ആ വോൾട്ട് മീറ്ററിൽ നിന്ന് അധികം നമ്മൾ ഒരു ഗ്രീൻ വയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വോൾട്ടേജ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫുൾ ചാർജ് ബാറ്ററിയാണ്. 4.2 വോൾട്ട് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഫുള്ളായിട്ടില്ല. ബാറ്ററി ഫുള്ളാകുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് റെഡ് ഇൻഡിക്കേറ്റർ മാറി ഗ്രീൻ ഇൻഡിക്കേറ്റർ ആകും. അപ്പോൾ ഇതിൻ്റെ വോൾട്ട് ജസ്റ്റ് കാണാം, 4.2 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മളെ കൊടുക്കുന്ന ബാറ്ററിയുടെ എല്ലാം ഇപ്പോൾ കണക്ഷൻ കൊടുത്തില്ലെങ്കിലും നമുക്കിതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും. 3.9 വോൾട്ട് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ന്യൂട്രൽ വയർ മാത്രം നമുക്കിവിടെ കൊടുത്താൽ മതി. ഈ ചാർജിങ് മോഡ്യൂളിൻ്റെ ന്യൂട്രൽ വയർ മാത്രം നമുക്കിതിൽ കൊടുത്തിട്ട് ഇതിൽ നമുക്കൊരു ഗ്രീൻ വയർ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി, കൊടുത്ത് നോക്കിയാൽ മതി ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാൻ പറ്റും. ഇപ്പോൾ 3.9 ആണ് ബാറ്ററി വോൾട്ടേജ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള ബാറ്ററിയൊക്കെ നമുക്കിതിൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഓഫാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായിട്ട്
നമ്മളിപ്പോൾ ഇതുപോലൊരു ബാറ്ററി പാക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് 12.6 വോൾട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. അപ്പം അതും നമുക്ക് ഇതുപോലെ നമുക്കിതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ വോൾട്ടേജ് നമുക്കിതിൻ്റെ ഒരു നെഗറ്റീവ് വയർ നമുക്ക് നെഗറ്റീവ് കണക്ഷനിലോട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗ്രീൻ വയർ ഉണ്ട്, ഗ്രീൻ വയർ വെച്ച് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് അറിയാൻ പറ്റും. 11.8 വോൾട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ അത് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ ഫേസ് വയർ ആ ചാർജറിലോട്ട് കണക്ട് ചെയ്താൽ മതി. ഇപ്പം ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാം 1 ആമ്പിയർ കൂടുതലെടുത്ത് നമ്മൾ ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് ആവുകയാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. വോൾട്ടേജും കൂടെ എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫേസിൻ്റെ ക്ലിപ്പിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ വയറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ അവിടെ കാണാം 12.2 വോൾട്ട് ബാറ്ററി ഇപ്പം ചാർജ് ചെയ്യുന്നുണ്ട്. 1 ആമ്പിയർ എടുത്ത് ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. ബാറ്ററി വോൾട്ടേജ് 12.2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ലിഥിയം അയൺ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിതിൽ കട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ 12 വോൾട്ടിലില്ല. ഈ 3.7 വോൾട്ട് ബാറ്ററി ഫുള്ളാകുമ്പോഴത്തേക്കും ഈ ബി എം എസ് ബോർഡ് കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു BMS ബോർഡ് ഇതിൻ്റെ 12.6 വോൾട്ട് ആകുമ്പോഴത്തേക്കും പിന്നെ അതിൽ കൂടുതൽ വോൾട്ടേജ് നമ്മൾ ഈ ഒരു ബാറ്ററി ബാക്കിലോട്ട് കൊടുക്കില്ല. പിന്നെ ഇത് കൂടാതെ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ചെറിയ ടൈപ്പ് ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ വോൾട്ടേജ് നമുക്കിതിൽ ചെക്ക് ചെയ്യാം കേട്ടോ. ഈ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏത് ബാറ്ററി ആണെങ്കിലും വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഇത് ഓൺ ആക്കിയിട്ടിട്ട് കാര്യം ഇതിൻ്റെ നമുക്ക് നെഗറ്റീവ് വയർ നമ്മൾ നെഗറ്റീവിൽ കൊടുത്തിട്ട് ഇതിലൊരു ഗ്രീൻ വയറുണ്ട്. ഈ ഗ്രീൻ വയർ എടുത്ത് നമുക്ക് ഈ പോസിറ്റീവിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാറ്ററിയിലും വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 12 വോൾട്ട് ഉണ്ട് ഈ ബാറ്ററിക്ക്. നമുക്ക് ഇനി ചാർജ് ചെയ്യാൻ വേണ്ടി ക്ലിപ്പ് കൊടുത്തു നോക്കാം. ഫേസും കൂടെ കൊടുക്കണം ചാർജ് ചെയ്യാൻ നേരത്ത്. ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. 1 ആമ്പിയർ എടുക്കുന്നില്ല, 8.2 മില്ലി ആമ്പിയർ എടുത്ത് ചാർജ് ആകുന്നുണ്ട്. വോൾട്ടേജ് നമുക്ക് നോക്കാം. 12.6 വോൾട്ട്. അപ്പോൾ നമുക്കിത് അത്യാവശ്യം ഇതുപോലുള്ള ചെറിയ ബാറ്ററി ലെഡ് ആസിഡ് ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ലിഥിയം അയൺ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ലിഥിയം അയൺ ബാറ്ററിയിൽ നമ്മൾ BMS കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഓട്ടോ കട്ട് ഓഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം ആ BMSൽ എത്ര വോൾട്ടേജാണ് എഴുതിക്കുന്നത് ആ ഒരു വോൾട്ടേജ് ആ ബാറ്ററി ബാക്കിലോട്ട് ചെല്ലും. ഇപ്പോൾ ഇതും അങ്ങനെ തന്നെ 3.7 വോൾട്ടും ബാറ്ററി ഫുള്ളാകുമ്പോഴത്തേക്കും പിന്നെ നമ്മളെ ബാറ്ററിയിലോട്ട് ചാർജ് കടത്തി വിടില്ല. അത് ഈ BMS ചെയ്തോളൂ. ചെറിയ സെറ്റപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകരിക്കുന്ന ഒരു ടൈപ്പ് സംഭവമാണ്. 3.7 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിലും നമുക്ക് ഈ 12 വോൾട്ട് ഇവിടെ ഒരു കോമൺ ആയിട്ട് കിടക്കുന്ന ഒരു നെഗറ്റീവ് വയറുണ്ട്. ആ നെഗറ്റീവ് വയറും ഈ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഗ്രീൻ വയർ ഇട്ടിട്ടുണ്ട്. ഈ ഗ്രീൻ വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വോൾട്ട്മീറ്ററിൽ നിന്ന് വരുന്ന ഒരു വയറാണ്. അപ്പോൾ അത് നമുക്ക് ഈ പോസിറ്റീവിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാം. അതാ ബാറ്ററി വോൾട്ടേജ് ഇവിടെ കറക്റ്റായിട്ട് അറിയാം. 3.9 വോൾട്ട് ഉണ്ട് നമ്മളെ ഈ ഒരു ബാറ്ററി. 3.9 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മളെ ബാറ്ററി ഇപ്പം സ്ക്രാപ്പിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇതുപോലെ ബാറ്ററിയൊക്കെ എടുത്ത് പവർ ബാങ്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലൊരു ചെറിയൊരു ചാർജിങ് യൂണിറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് അപ്പം കംപ്ലൈൻ്റ് ഉള്ള ബാറ്ററിയാണോ അല്ലേ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. പിന്നെ സിംഗിളായിട്ട് എല്ലാ ബാറ്ററിയും സിംഗിളായിട്ട് ചാർജ് ചെയ്തിട്ട് പാരലായിട്ട് കണക്ഷൻ കൊടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എല്ലാ ബാറ്ററിയും ഒരേപോലെ നമ്മൾ ചാർജ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ കംപ്ലൈൻ്റ് ഉള്ള ബാറ്ററി മാറ്റിയിട്ട് നല്ല ബാറ്ററി ഒഴുക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇതുപോലൊരു ചാർജിങ് യൂണിറ്റ് ഉപകാരപ്പെടും. മീറ്റർ കൊടുക്കാനും വലിയ പാടൊന്നുമില്ല.
അപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ പറയാനൊന്നുമില്ല, നമുക്ക് ആർക്കാണെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളിതിൻ്റെ ചാർജിങ് സെക്ഷനിൽ നമ്മൾ 12 വോൾട്ട് ചാർജ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇതുപോലൊരു 5 ആമ്പിയറിൻ്റെ ഡയോഡും കൂടെ ഇട്ട് വയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ബാറ്ററിയിൽ തിരിച്ച് കണക്ഷൻ നമ്മൾ ഇതിലെല്ലാം കയറി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഡയോഡും കൂടെ ഇട്ടാൽ മാത്രം മതി. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.